പ്രയർ ഒന്നും കൂടി പാടിക്കൊള്ളു. റെക്കോർഡ് ചെയ്ത് ഓണാക്കാൻ മറന്നുപോയി. ശരി മിസ്സേ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ പാദതാരിൽ, കരളിന്റെ പൂക്കൾ നിൻ പാദതാരിൽ, കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും വിജ്ഞാനമേകും നിറകതിർത്തൂരാൻ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. സൈനിങ് ഞാനാണ് ചെയ്യുന്നത് മാഡം. ഞാൻ ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാറ്റിക് പാട്ട് പാടാച്ചിട്ടാണ്. പാടാൻ പറ്റുമോ? കരോക്കെ വെക്കാം. കരോക്കെ വെക്കുന്ന കേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എന്നാ അങ്ങനെ പാടാച്ചു. കേക്ക് ഉണ്ടെങ്കിൽ പറയണേ മാഡം. കേൾക്കുന്നുണ്ടോ മാഡം? ഞാനൊരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്യണതാണ് എനിക്ക് പാടാനൊന്നും. എൻ്റെ മോന് ശരിക്കും. ഓക്കെ, പാടാട്ടോ. മിന്നാ മിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാം തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല. ഒന്നാമത്തെ തോണിയിലേറി പൊന്നാരം വിളി വന്നിറങ്ങുമ്പോ തന്നീടാം ഒരു പൊന്നോല. മിന്നാ മിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല, ഒന്നാമത്തെ തോണിയിലേറി പൊന്നാരം വിളി വന്നിറങ്ങുമ്പോ തന്നീടാം ഒരു പൊന്നോല. ഉത്തേരിപ്പാടം വീച്ചാൽ പൂവിനെ പോകണ്ടേ, ഒത്തിരി ഒത്തിരി മുത്തു കുരുത്തൊരു തട്ടയെ കാണണ്ടേ. മാനത്തെ ചെമ്പകം പൂത്തില്ലേ, മാമഴപ്രാവ് പറന്നില്ലേ, വെള്ളരിക്കിണ്ണത്തിലെന്തുണ്ട്, പുള്ളിപ്പശുവിന്റെ പാലുണ്ട്, പുസ്തകത്താളിൽ ഒളിച്ച കിനാവിനു പത്തര മാറ്റുണ്ട്. മിന്നാ മിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല, പൊന്നാം തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല. വീട്ടിൽ കന്നിനിലാവില്ലേ, കായൽ കാറ്റിന് വാലു മുളയ്ക്കണ കാലം വന്നില്ലേ. കുഞ്ഞിനടുത്തൊരു കാവുണ്ട്, കാവിനൊരഞ്ജന പൂവുണ്ട്, പൂവിൽ തുളുമ്പാൻ തേനുണ്ട്, ഉത്തരച്ചോറിനു ഞാനുണ്ട്, അല്ലിയിളം കിളിരടി വരുന്നൊരു പള്ളിത്തേരുണ്ട്. മിന്നാ മിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാം തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല. ഒന്നാമ
ഓക്കെ മാം. സൂപ്പർ ആയിരുന്നു. കേട്ടോ. ഞാൻ സാബിയുടെ കൂടെ പാടിയിരുന്നു മേക്ക് ഓഫ് ആക്കിയിട്ട്. എന്റെ മോന് നല്ല ഡാൻസ് കളിയാണ്. അവന് ഇഷ്ടമുള്ള പാട്ടാ. ഞാൻ ഇങ്ങനത്തെ പാട്ടൊക്കെ വെച്ച് അവരെ ഡാൻസ് കളിപ്പിക്കാം. എന്റെ മോളും ഡാൻസ് കളിച്ചതാണ് കഴിയോളം. നന്നായിട്ട് പാടുന്നുണ്ടല്ലോ സാബറ. എന്റെ ഉമ്മ നന്നായി പാടും. ഞാൻ എവിടെയും പാട്ടൊന്നും പാടാറില്ല. അവര് നന്നായി പാടും. ഇനി ആരാ? ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയി പറഞ്ഞില്ലേ, അപ്പൊ ഈ പാട്ട് പാടിക്കൊടുത്തു കുട്ടികൾക്ക്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നല്ലൊരു റെസ്പോൺസിബിലിറ്റി ആണ്. വീട്ടിലിപ്പോ നമ്മുടെ മക്കളെ മാത്രം അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ലേ, അതല്ല. 45 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു UKG-യിലെ. അപ്പൊ അതില് 2 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതില് അവരെ പിന്നെ UKG LKG 2 ക്ലാസ്സിലും പോണം നമ്മള്. പക്ഷെ അവരെ നമ്മള് പഠിപ്പിക്കുക എന്നുള്ളതല്ല, അവരുടെ എല്ലാം നോക്കണം. അങ്ങനെ നമ്മള് കുട്ടികളെ നമ്മളെ വീട്ടിൽ നോക്കിയിരുന്ന പോലെ തന്നെ അവരെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അവര് ഫുഡ് കഴിക്കണ കാര്യമായാലും ശരി, അവര് കളിക്കാൻ പോകുമ്പോഴും അങ്ങനെ അവരുടെ എല്ലാ ടൈമിങ്ങിലും ഓരോ ടൈമിലും അവരെന്താ ചെയ്യണമെങ്കിൽ അതിനെല്ലാം നമ്മള് നോക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വലിയ സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ പോലെ അല്ല. അവർക്ക് ഇപ്പൊ ആയി വരണല്ലേ ഉള്ളൂ. ചില കുട്ടികൾക്കൊന്നും പെൻസിൽ പിടിക്കാൻ പോലും പറ്റില്ല. അതുപോലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം LKG-യിലെ കുട്ടികൾക്കൊക്കെ. എഴുതാൻ അറിയാത്ത കുട്ടികളുണ്ടാവും. അപ്പൊ അവര് അങ്ങനെ നമ്മളിപ്പോ ഈ ലെസണിൽ പഠിക്കണതും നമ്മളിപ്പോ ഇങ്ങനെ ഇത് ചെയ്യണതും ഒന്നുമല്ല. അവിടെ പോയി കഴിഞ്ഞാൽ വേറൊരു ലോകാണെന്ന് പറയാലോ. നന്നായി, എന്തായാലും എനിക്കിഷ്ടായി. കൊഴപ്പില്ല മേഡം. ടൈം പോകുന്നത് അറിയില്ല നമുക്ക്. ടൈം പോണതേ അറിയില്ല. ടൈം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവർക്ക് 3 മണി ആവണത് അറിയില്ല. അവർക്കറിയാം ടൈം. അവർക്ക് വാച്ചോ ഫോണോ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ അവര് സ്നാക്സ് ടൈം ഒക്കെ ആയാൽ അവര് കറക്റ്റ് ആയിട്ട് വന്നിട്ട് ചോദിക്കും. ആ ടൈം അവർക്ക് എങ്ങനെ അറിയണേന്ന് അറിയില്ല. എന്നിട്ട് ഞങ്ങളത് പറയും, എങ്ങനെ ഇത്ര ടൈമാ? സ്നാക്സ് ആയില്ലേ, സ്നാക്സ് ബോക്സ് ആയില്ലേ, സ്നാക്സ് ബോക്സ് എടുക്കട്ടെ. നമ്മള് നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ അവർക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാം. അതേപോലെ അത് കഴിഞ്ഞാൽ അവര് ലഞ്ചിന്റെ ടൈം ആയാലും കറക്റ്റ് ആയിട്ട് പറയും. അങ്ങനെ നല്ലൊരു ലോകാണ്. നമുക്ക് വേറൊരു ലോകത്ത് എത്തിയ പോലെ മൈൻഡ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ആലോചിച്ചിരിക്കണ്ട. നമ്മുടെ മൈൻഡ് നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ തീർക്കാനേ നേരുണ്ടാവുള്ളൂ. സത്യം. അവര് വന്ന് ഇങ്ങനെ പറയും. ഒരാള് പറയുമ്പോഴേക്കും അടുത്ത ആള് വന്ന് പറയും. അങ്ങനെ പറയും. കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും വന്നിട്ട്. പക്ഷെ നമ്മളത് കേൾക്കണുണ്ടാവില്ല. ആ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് എല്ലാരും കൂടി തീർക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ടീച്ചറിന് ആ കുട്ടീനെ ഇഷ്ടം അല്ലെങ്കിൽ അവനാണ് ഇഷ്ടം എന്ന് പറയും. അങ്ങനെ പറയും. നല്ല രസം. അവർക്ക് നല്ല ഇഷ്ടായിന്നെ. കാരണം ഞാൻ പാട്ട് പാടിക്കൊടുത്തിട്ട് അങ്ങനെ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടായി. എന്നിട്ട് ഇപ്പൊ ഞാൻ പ്രാക്ടീസിന് ഇപ്പൊ നിർത്തി. ഞാനേ ഇപ്പൊ ഒരാഴ്ചയായി. ഈ ആഴ്ച പോയിട്ടില്ല. അപ്പൊ കഴിഞ്ഞല്ലോ. അതിലൊരു കുട്ടിന്റെ മെസ്സേജ് അയച്ചിരുന്നു ഇന്നലെ. അവളുടെ കൂട്ടർ അമ്മയുടെ നമ്പറിന്ന് ടീച്ചറെ എന്താ വരാത്തെ, ആനുവൽ ഡേ അല്ലേ വരണത്, ആരാ ഞങ്ങൾക്ക് ഡാൻസ് പറഞ്ഞു തരിക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വിഷമിച്ചിട്ട് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വീടിന്റെ അടുത്ത് ജോലി കിട്ടുന്നുണ്ട്, നോക്കണുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ, എന്നാലും വരാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു ഞാന്. അവർക്ക് നല്ല ഇഷ്ടായിരുന്നു പാട്ട് പാടി കൊടുത്തിട്ടും. പിന്നെ ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായി ആ ടൈമിലേ. അപ്പൊ കുട്ടികൾക്ക് തിരുവാതിരക്കളിയൊക്കെ UKG-യിലെ കുട്ടികൾക്ക് തിരുവാതിരക്കളിയൊക്കെ സെറ്റ് ആക്കി കൊടുത്തു. പിന്നെ ഓണപ്പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. അതേപോലെ ഇൻഡിപെൻഡൻസ് ഡേ വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് അതിനുള്ള ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. കുഞ്ഞിക്കുട്ടികള് LKG UKG അങ്ങനെയുള്ള 1 തുടങ്ങി 4 വരെയുള്ള സ്റ്റുഡൻസിനെയാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ അവർക്കായിരിക്കാം കൂടുതൽ സ്നേഹം. വലുതാകുമ്പോൾ സ്നേഹം അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. കെട്ടിപ്പിടിക്കും. ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കും. നല്ല നമുക്ക് ഈ സത്യം പറയച്ചാ എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ കിട്ടിയാ മതിന്നായിപ്പോ. കാരണം പ്രാക്ടീസിന് പോയി കഴിഞ്ഞപ്പോഴേ നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിലിപ്പോ 1 മാസം ഞാൻ പോയി കഴിഞ്ഞപ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പൊ എനിക്കിങ്ങനെ നല്ല ആഗ്രഹം ഉണ്ട്. എവിടെയെങ്കിലും സ്ഥിരമായിട്ട് കിട്ടിയാ മതി എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ചെയ്ത സ്കൂളിൽ എനിക്ക് വേണമെങ്കിൽ പോവായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ കുറച്ച് ദൂരാണ്. വീട്ടിൽ നിന്ന് ബസ്സിന് പോണം. അപ്പൊ പിന്നെ അപ്പൊ ഞാൻ ഇനി വേറെ എവിടെയും കിട്ടിയില്ലെങ്കിൽ അവിടെ തന്നെ നോക്കണം. പിന്നെ 2-3 സ്കൂൾ എന്തായാലും സർട്ടിഫിക്കറ്റും കിട്ടണ്ടേ. അപ്പൊ
അപ്പൊ അടുത്തുള്ള സ്കൂളിലൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും കിട്ടട്ടെ എന്നാണ് ഇപ്പൊ പ്രാർത്ഥന. കാരണം കൊറേ നമുക്ക് ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ മൈൻഡിന് നല്ലൊരു റിലാക്സ് ആണ്. ഇപ്പൊ എന്ത് കിട്ടണൂന്ന് ഇപ്പൊ നമ്മളോട് ചോദിക്കും ഓരോരുത്തരെ. ഇപ്പൊ എന്താ കിട്ടുക ഇതിന് പോയാ അങ്ങനെ ചോദിക്കും. അപ്പൊ അങ്ങനെ കിട്ടണവരോട് ഇതുവരെ കിട്ടാത്തത് ഒരു കാര്യം കിട്ടുന്നുണ്ട് എന്ന് പറയാനാണ് ഞാൻ വിചാരിക്കണത്. അതെ. ഹാപ്പിനെസ് കിട്ടും നമുക്ക്. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നാലും ചിലപ്പോ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താണ് വിഷമവും കാര്യങ്ങളായിരിക്കാം. റിലാക്സ് കിട്ടും. ജോലിക്ക് പോകാനായിട്ടൊക്കെ ശ്രമിക്കാം. എന്ത് ജോലി ആയാലും ചിലപ്പോൾ നമുക്ക് അതെ ക്ലാസ് സ്കൂളിൽ തന്നെ കയറണം എന്നില്ല. എന്തെങ്കിലും ജോലി കിട്ടണം. ജോലി നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ കയറാൻ നോക്കാം. എന്തെങ്കിലും ജോലി നമ്മുടെ കയ്യിൽ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് അല്ലെ, ശരിക്കും നമ്മുടെ ഒരു അസറ്റ് തന്നെയാണല്ലേ. ആരോടും കയ്യിലിരുന്ന് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ആയാലും നമുക്കൊരു ചെറിയൊരു പൊട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പലപ്പോഴും, പൊട്ട് അല്ലെ, പൊട്ട് വാങ്ങിക്കാൻ പോലും നമ്മളിങ്ങനെ കൈ നീട്ടി നിൽക്കേണ്ട അവസ്ഥ വരും അല്ലെ. ഒരുപാട് പേരുടെ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. സ്വന്തം ഹസ്ബൻഡിനെ ആയിട്ടുണ്ടെങ്കിലും അല്ലെ, ആ നിനക്ക് ജോലി എടുത്ത് വാങ്ങിച്ചൂടെ എന്നുള്ള ചോദ്യം. അപ്പൊ എന്തോരം കുത്തുവാക്കുകൾ കേട്ട് നമ്മള് അല്ലെ. അപ്പൊ ജോലി എന്ത് ചെറിയ ജോലി ആയാലും അത് വാങ്ങിക്കാനായിട്ട്, വാങ്ങിച്ചെടുക്കാനായിട്ട്, അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, കോഴ്സ് കഴിയുമ്പോൾ. അത് നമ്മൾ ചെയ്യണം മാഡം. നമ്മള് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ചൊക്കെ മാറ്റി വെക്കണം. നമ്മൾ ജോലി ചെയ്തിട്ടാണേലും നമ്മൾ ജോലി ചെയ്യണം സ്വയം. പിന്നെ നമ്മള് ജീവിച്ചു എന്ന് നമുക്ക് തോന്നണ്ടേ. പിന്നെ നമ്മൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നമ്മളോട് മക്കളെ ചോദിക്കും, എന്തുകൊണ്ട് അമ്മ എന്തിനു ചെയ്തില്ല, നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാതിരുന്നതെന്ന് അവര് ചോദിക്കില്ല. ഹസ്ബൻഡ് ആയാലും മക്കളായാലും അവരും ചോദിച്ചുകൂടാന്നില്ല. ഞങ്ങള് പറഞ്ഞില്ലല്ലോ പോണ്ടാന്ന്, ഞങ്ങള് പറഞ്ഞില്ലല്ലോ അത് ചെയ്യണ്ടാന്ന്. അങ്ങനത്തെ ഒരു ചോദ്യം വരും, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വരും. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ജീവിതമുള്ളൂ അല്ലെ, അതെപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് അല്ലെ, അതെപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ വരാം കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു ജോലി എന്ന് പറയുന്നത് നമുക്ക് വേണം. പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ, ലേഡീസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് വേണം. ഇത് ചെറിയൊരു ജോലി ആയിക്കോട്ടെ, കുഴപ്പമില്ല. സമൂഹത്തിൽ അതിനെന്താണ് ഒരു ഇതുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നാലാളുടെ മുന്നിൽ പറയാനായിട്ട് ആ ജോലിക്ക് പോകുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ജോലിയില്ല വീട്ടമ്മയാണ്, അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് പോകും. അതാണ് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളൊരു സന്ദേശം എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലേ. ഓക്കെ. അതുപോലെ തന്നെ കിട്ടുന്ന ജോലി എന്ത് ത്യാഗം സഹിച്ചായാലും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ജോലി കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഉപേക്ഷിക്കേണ്ടി വരരുത്. കിട്ടുന്ന ജോലി അത് എന്ത് ത്യാഗം സഹിച്ചായാലും നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. അത് ഉപയോഗിച്ച് ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഇന്ന് നമ്മള് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. കുറച്ച് നാളായില്ലേ കുറച്ച് ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, ഒരു ടോപ്പിക് തരാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം. ടോപ്പിക് ഇതാണ്, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ടോപ്പിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, പിന്നീട് 5 മിനിറ്റ് കഴിഞ്ഞാൽ സംസാരിക്കാം. തയ്യാറായിട്ടുള്ളവരുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ.
മിസ്സേ എന്തെങ്കിലും ഒരു 2 മിനിറ്റ് ഒക്കെ പറഞ്ഞാൽ മതിയോ? ആ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം നവംബർ 11 നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള സ്മരണാർത്ഥമായിട്ടാണ് നവംബർ 11 ഒരു വിദ്യാഭ്യാസ ദിനം എന്ന് പറഞ്ഞൊരു ദിനം തന്നെ കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിനോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം ഒരു വ്യക്തിയെ വാർത്തെടുക്കുക, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ രീതി വെച്ചിട്ട് കുട്ടികളെ വെറും ഗ്രേഡുകൾ അല്ലെങ്കിൽ മാർക്കിന്റെ ബേസിൽ അവരെന്തൊക്കെയോ പഠിക്കുന്നു, അത് പേപ്പറിൽ എഴുതി വെക്കുന്നു, അങ്ങനെയുള്ളൊരു ഇവാലുവേഷൻ ആണ് നടക്കുന്നത്. കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ്, അതിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ CBSE-ലാണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും എക്സാമിന്റെ പാറ്റേൺ ഒക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. കാണാതെ പഠിച്ചെഴുതുന്ന രീതിയിൽ നിന്ന് മാറി ഒരുപാട് ചിന്തിച്ച് എഴുതേണ്ടതും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ അത് കുട്ടികളിൽ എത്രത്തോളം ഈ മാറ്റം ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്കിപ്പോൾ ട്യൂഷൻ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അറിയാം ഈവൺ അവര് പോലും ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായിട്ടില്ല. അവർ മാർക്കിന് വേണ്ടി പഠിക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ് കുട്ടികളുടെ ഉള്ളിൽ. അപ്പൊ ഇത്തരം വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ആദ്യം കുട്ടികളെ കൂടിയാണ് അറിയിക്കേണ്ടത്. നമ്മൾ മാർക്കിന് വേണ്ടി പഠിക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് കുറച്ചൊക്കെ ഒരു സോഷ്യൽ വാല്യൂസും കൂടി എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് പരസ്പരം സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാനുഷിക മൂല്യങ്ങൾക്ക് കുറച്ചും കൂടി പ്രാധാന്യം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. ആദ്യം തെറ്റും ശരിയും ഏതാന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. ആഫ്റ്റർ ഓൾ നമ്മൾ ഏത് വിദ്യാഭ്യാസം ആണെങ്കിലും, അത് ഇപ്പൊ ഡിഗ്രി ആയാലും PG ആയാലും നമുക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ശരിയേത് തെറ്റേതെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇന്നത്തെ പല വിദ്യാർത്ഥികളും അവരുടെ ആ ഒരു കോളേജ് ലൈഫിലൊക്കെ തെറ്റായ രീതിയിലേക്ക്, ഇപ്പൊ ലഹരിയാണെങ്കിലും നമുക്കറിയാം ഒരുപാട് ന്യൂസ് നമ്മൾ കാണുന്നുണ്ട്. വഴി തെറ്റി പോകുന്നത് തെറ്റും ശരിയും തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് ചിന്തിച്ചറിയാം. 90% അല്ലെങ്കിൽ 95% മാർക്ക് കിട്ടിയ കുട്ടികളായിരിക്കും ഈ തെറ്റ് ശരി തിരിച്ചറിയാതെ തെറ്റുകളിലേക്ക് ചെന്ന് വീഴുന്നത്. അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓഫ് കോഴ്സ് നമുക്ക് നല്ലൊരു ക്വാളിഫിക്കേഷൻ വേണം, ജോലി വേണം. അതിലുപരിയായിട്ട് സോഷ്യൽ വാല്യൂസും മോറൽ വാല്യൂസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ആഫ്റ്റർ ഓൾ സെൽഫായിട്ട് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്ത് ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് മനസ്സിലാക്കി നമ്മൾ ഉയരുന്നതോടൊപ്പം തന്നെ സൊസൈറ്റിയിലുള്ള ബാക്കിയുള്ളവരെയും കൂടി ഒന്ന് കൈപിടിച്ച് ഉയർത്താനും കൂടി ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടാവണം. അതാണ് ശരിക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത് മാം. താങ്ക് യു മാം. നെക്സ്റ്റ് ആരാ? അമ്പിളി. ഞാന് ചെറുതായിട്ട് എന്റെ രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അവകാശങ്ങളുടെ വഴിത്താരകളിലൂടെ പുതിയ കാലത്തിന്റെ സാരഥികൾ വരുന്നു. നന്മയുടെ നറുവെളിച്ചം പകരുന്ന സുന്ദര വിദ്യാലയങ്ങൾ അവരെ കാത്തിരിക്കുന്നു. സ്നേഹവും കരുതലുമായി നമ്മൾ കൂടെ വേണം, ശരിയായ വഴികളിലൂടെ അവരെ നയിക്കാൻ വിവേകമുള്ള ഒരു ചൂണ്ടുവിരലായി. കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ അറിവിന്റെ പരിമിതി നാം തിരിച്ചറിയുന്നത്. വിദ്യാഭ്യാസം എന്നത് മാനസികവും ശാരീരികവുമായ ഉത്തമാംശങ്ങളുടെ ആവിഷ്കാരമാണ്. ഇതൊക്കെ എനിക്ക് തോന്നിയത് വലുതാണ്, പൊട്ട തെറ്റാണോന്ന് അറിയാം. പിന്നെ നമ്മള് ജീവിതത്തിൽ ഇവിടെ നല്ല മഴ ഉണ്ട് മാഡം. ജീവിതത്തിൽ നിർവഹിക്കാവുന്ന മഹത്തായ കർമ്മങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരെ പഠന മികവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കഴിവുകളും മനോഭാവങ്ങളും കൂടുതൽ ജ്വലിപ്പിക്കുകയാണ് നമ്മൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. കേവലം ഒരു തൊഴിൽ കണ്ടെത്തുക എന്നതിനപ്പുറം മാനസിക മൂല്യങ്ങളും വ്യക്തികളുടെ വികാസം, അങ്ങനെ സമൂഹത്തിലെ ഇടപെടല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിന് നമ്മൾ വിദ്യാലയം ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കുട്ടികളെ നമ്മൾ പഠന മികവിലേക്ക് നയിക്കുന്നതിൽ രക്ഷിതാക്കൾ എന്ന പോലെ അല്ല, അധ്യാപകർ എന്നതുപോലെ രക്ഷിതാവിനും ഏറെ പങ്കുവഹിക്കണം. രക്ഷിതാക്കളും അധ്യാപകരും ഒരേപോലെ പ്രവർത്തിച്ചാലാണ് കുട്ടികൾക്ക് മികവുള്ള ഒരു നല്ലൊരു പൗരനായിട്ട് വളരാൻ പറ്റും. പിന്നെ പഠനം കൂടാതെ ജീവിതത്തിലെ ഒരു കാര്യം ശരിയായി ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം.
അതാണ് വിദ്യാഭ്യാസമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവര് ചെറിയൊരു ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചാലേ, നമ്മൾ ചെറിയ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമല്ലോ, പഠിച്ചാലാണ് നല്ല വലുതാവുള്ളൂ, നല്ല ജോലി കിട്ടുള്ളൂ. അപ്പോ അങ്ങനെ അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഈ പഠനത്തിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ പഠനം കൂടാതെ ജീവിതത്തിൽ ഒരു കാര്യവും ശരിയായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഒരു വിശ്വാസം. അത് അങ്ങനെ തന്നെയാണെന്നുള്ളത് നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തണം. നമ്മുടെ ജീവിത വിജയത്തിന്റെ ഒരു താക്കോൽ തന്നെ ഒരു വിദ്യാഭ്യാസമാണ് എന്നൊക്കെ പറയുമല്ലോ, അല്ലേ? അപ്പോ ഓരോ വിദ്യാഭ്യാസം എത്ര ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഇപ്പോ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തില് ഏത് നിലയിൽ അതാ ഏതുവരെ നമ്മളിപ്പോ ഏതൊരു ഇന്റർവ്യൂവിന് ചെല്ലുകയാണെങ്കിലും അവര് നമ്മൾ ഏതൊക്കെ കോഴ്സ് പാസ്സായി സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അവർ നോക്കണത്, അല്ലേ? അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ. നമ്മളെ സാമ്പത്തിക വളർച്ചയായാലും പിന്നെ നമ്മുടെ ജീവിത സാഹചര്യം ആയാലും എല്ലാത്തിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസം തന്നെയാണ്. പിന്നെ ഓരോ കുട്ടിക്കും ഓരോ കഴിവാണുള്ളത്. അതിനാൽ നമ്മൾ ഓരോ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി താരതമ്യപ്പെടുത്തിയിട്ട് പറയാതെ പുകഴ്ത്താനോ അങ്ങനെയൊന്നും ശ്രമിക്കരുത്. പിന്നെ സാമൂഹിക മൂല്യങ്ങളെ കുറച്ചു കാട്ടുന്ന ആരുമായും കുട്ടിയെ സഹകരിപ്പിക്കരുത്. അങ്ങനെ കുട്ടികളുടെ ഉയർച്ച നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക. അവരെ അങ്ങനെ ചെയ്യുന്നവരുമായിട്ട് കൂടുതൽ സമയം ചെലവിടാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ജീവിതത്തില് മികവ് കാട്ടും വിജയിക്കുകയും ചെയ്യുന്നവരുമായിട്ടുള്ള ഇന്റർവ്യൂ, അനുഭവക്കുറിപ്പുകൾ, അങ്ങനത്തെ ലേഖനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കാണാനും വായിക്കാനൊക്കെ ഉള്ള ഒരു അവസരം നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ നമ്മളൊരു ടീച്ചേഴ്സായ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇനിയുണ്ട് ഒരുപാട് പറയാന്. ഇപ്പൊ പെട്ടെന്ന് കിട്ടുമ്പോ അത്ര പറഞ്ഞതാണ്. ഓർത്തുവെച്ചോ, നെക്സ്റ്റ് ടൈം പറയാം, അവസരങ്ങൾ വരുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ആരാ? മാം, ഈ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ഒരുപാടൊന്നും പറയാൻ അറിയില്ല. പക്ഷെ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയിൽ നിന്നാണ് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം ഉണ്ടാവുന്നത് എന്നൊരു മെസ്സേജ് എനിക്ക് പറയാനുണ്ട്. പിന്നെന്താന്ന് വെച്ചാല് നമുക്കറിയാം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കൺട്രോൾഡ് ആയ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ഒരു കുട്ടിയുടെ സ്വഭാവത്തിനെ മാറ്റുക എന്നുള്ളതാണ്. അല്ലാതെ അവന് ഒരുപാട് എന്താ പറയുക നോളജുകൾ അവന്റെ തലയിലേക്ക് കൊടുക്കുക എന്നുള്ളതല്ല, അവന്റെ സ്വഭാവത്തിന് നല്ല ഒരു മാറ്റം വരുത്തുക. അതുപോലെ എഡ്യൂക്കേഷൻ എന്നത് സൊസൈറ്റിക്ക് നമ്മൾ എങ്ങനെയാണ് അത് സൊസൈറ്റിയിൽ എങ്ങനെയാണ് യൂസ് ആകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പഠിപ്പും അറിവുമുള്ള വലിയ ജോലിക്കാരായ ആൾക്കാരെന്നല്ല, ഒരു നല്ല സ്വഭാവമുള്ള ജനത എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിവരമായിട്ട് ഒരുപാട് കണക്ഷൻ ഉള്ള ഒന്നാണ്. വിദ്യാഭ്യാസം ഉള്ളവർക്ക് വിവരം ഉണ്ടാവും. എന്നാൽ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് വിവേകം ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് നോളജ് ഉള്ള ആള് ഒട്ടും വിവേകമില്ലാതെ പെരുമാറുന്നുണ്ടാവും. പക്ഷെ ഒന്നും പഠിക്കാത്ത ആള് ലോകം മൊത്തം സഞ്ചരിച്ച് അതിനെക്കുറിച്ചുള്ള അറിവുകൾ ആ ബുക്കിൽ കൂടെ ലോകത്തെ കാണാതെ ലോകം മൊത്തം സഞ്ചരിച്ച ഒരാൾക്ക് അതിൽക്കാളും വിവരമുള്ള ഒരു സാഹചര്യമൊക്കെയാണ്. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നല്ല ഒരു സൊസൈറ്റിനെ ഉണ്ടാക്കുക, നല്ല വിവരമുള്ള നല്ല സ്വഭാവമുള്ള നല്ല കുട്ടികളെ വാർത്തെടുക്കുക എന്നതാണ്. അപ്പോൾ ആസ് എ ടീച്ചറായിട്ട് നമ്മൾ അതുകൂടെ നോക്കിക്കൊണ്ട് വേണം അവർക്ക് ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് നോളജ് കൊടുക്കാൻ. അതാണ് മാം. ഞാൻ പറയാം. ഇന്നത്തെ നമ്മുടെ വിഷയം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്നുള്ളതാണ്. ഇന്നത്തെ ഈ തലമുറ എന്ന് പറയുന്നത് ഒരു AI കാലഘട്ടത്തിലൂടെ പോകുന്നതാണ്. അപ്പൊ അതിനേറെ പ്രാധാന്യമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്. അത് വ്യക്തിപരമായിട്ടായാലും സാമൂഹികപരമായിട്ടായും എല്ലാ തരത്തിലും അറിവ് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ തലമുറയിൽ ഇനി വരും തലമുറയിലേക്കൊക്കെ നമ്മൾ കൈമാറപ്പെടേണ്ടതാണ്. അത് ഈ വിദ്യാഭ്യാസത്തോണ്ട് നമുക്ക്
കുറേ വ്യക്തി വികാസങ്ങൾ നമുക്ക് സ്വയം വികസിക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഇപ്പം നമ്മുടെ പിൻതലമുറക്കാരെ കാണുന്നുണ്ട്. അതായത് നമ്മളുടെ വീട്ടിൽ ഉള്ള ഇപ്പോൾ ഉള്ള ജനറേഷനിലുള്ളവരൊക്കെ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആവാനാണ് ശ്രമിക്കുന്നത്. അതിന് പിൻതലമുറയിലുള്ളവരെ നമുക്കറിയാം, അവരുടെ ജീവിത രീതികളും ശൈലികളും എല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിൽ നിന്ന് വിദ്യാഭ്യാസം എന്നുള്ളത് എന്താണ്, ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് 6 to 12 വരെ ഗവൺമെന്റ് നിർബന്ധിത വിദ്യാഭ്യാസമാണ്. അതുപോലെ നമ്മൾ മാതാപിതാക്കളായാലും ഒരു അധ്യാപികയാണ് ഒരു കുട്ടി സ്കൂളിൽ വരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല ഗൗരവപൂർവ്വമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ വ്യക്തി വികാസം, അതായത് ചിന്ത, പെരുമാറ്റം, മനോഭാവം, മറ്റുള്ളവരോട് പെരുമാറുന്നത്, സ്വയം വ്യക്തിത്വം, അതായത് ഒരു LKG മുതൽ തന്നെ ഒരു കുട്ടിക്ക് അവരുടെ വ്യക്തിത്വ രൂപീകരണം നടന്നുകൊണ്ടിരിക്കണം. ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് കുടുംബം, നമ്മുടെ വീടാണ്. അത് കഴിഞ്ഞ സ്കൂള്. വീട്ടിൽ നിന്നും പഠിച്ചതും അതിനെ കൂടുതലായിട്ട് വളർത്തിയെടുക്കാനും സ്കൂളുകളൊക്കെ സഹായിക്കും. പിന്നെ സാമൂഹികമായിട്ട് ഇടപഴകാന്, സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാന്, നല്ല പെരുമാറ്റങ്ങൾ. ഇപ്പോൾ സ്കൂളിൽ LKG മുതൽ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യും ബാത്റൂമിൽ പോവാന്, അതുപോലെ മോണ്ടിസോറി മെത്തേഡുകളാണെങ്കിൽ കൂടി എല്ലാത്തിലും ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തികളെ വാർത്തെടുക്കാൻ കഴിയും. പിന്നെ അറിവ് വർദ്ധിക്കാൻ, ജ്ഞാനം, തലമുറകളായി കൈമാറി വരുന്ന കുറേ അറിവുകൾ ഉണ്ടായിരിക്കും, സംസ്കാരങ്ങൾ. നമ്മൾ ഒരു 12ാം ക്ലാസ് വരെ പഠിക്കുന്നതിൽ കൂടുതലും നമ്മൾ ചരിത്രം ബാക്കിലോട്ട് നമ്മുടെ ഇന്ത്യ എങ്ങനെ ആയിരുന്നു എന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ തലമുറയുടെ ചരിത്രം പഠിക്കാനും സഹായിക്കും. അതുപോലെ ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനെ വിമർശിക്കാൻ, അല്ലെങ്കിൽ അതിനെ നമ്മുടെ മനസ്സിലിട്ട് അത് എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്ത, നമ്മുടെ ചിന്താധാരയെ വളർത്താൻ വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. അതിലുപരിയാണ് തൊഴിൽപരമായി നമ്മൾ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി ആയി കഴിയുന്നതിന് സമയത്ത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് വിദ്യാഭ്യാസം വേണം. വ്യക്തികൾക്ക് സ്വന്തമായി വരുമാനം നേടാനും ജീവിക്കാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കാൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഉതകുന്നത് അവൻ്റെ ബേസിക്കായ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. പിന്നെ നല്ല പൗരന്മാരാകാൻ, നമ്മുടെ രാജ്യത്തോടുള്ള കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല പൗരന്മാരായിട്ടുള്ള പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും അതുപോലെ തന്നെ രാജ്യത്തോട് ചെയ്യേണ്ട കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കാൻ വിദ്യാഭ്യാസം കൂടിയേ തീരും. ചുരുക്കത്തിൽ പറഞ്ഞ വിദ്യാഭ്യാസം വ്യക്തികളുടെ ചിന്താശേഷിയെയും സ്വയം പര്യാപ്തരാക്കാനും സമൂഹത്തിന്റെ പുരോഗതിക്കും ഇന്നത്തെ തലമുറ നാളത്തെ തലമുറയ്ക്ക് കൈമാറപ്പെടേണ്ടതാണ്. ഒരു വീട്ടിൽ ഒരച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ആ കുട്ടിയെ എങ്ങനെ വിദ്യാഭ്യാസപരമായി വളർത്താം എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അത് നമ്മളുടെ മുൻ തലമുറയിലുള്ള ആളുകളൊക്കെ പറയും, ഞങ്ങളൊന്നും അന്ന് പഠിക്കാൻ പോവാൻ കഴിയാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്ത അവസ്ഥകളൊക്കെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ പറയും, ഞങ്ങൾക്ക് പഠിക്കാനൊരു സാഹചര്യം ഇല്ലാത്ത കാരണം കൊണ്ടായിരുന്നു ഞങ്ങളുടെ ഈ അവസ്ഥ നിങ്ങൾക്ക് വരരുതെന്ന് എല്ലാ വീടുകളിലും ഒരച്ഛനോ അമ്മയോ പറയാതിരിക്കില്ല. പക്ഷെ വിദ്യാഭ്യാസത്തിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് നമ്മുടെ ജീവിത അനുഭവമാണ്. ഇപ്പൊ നമ്മൾ ഒരു വുമൺ ആയിക്കോട്ടെ, ഒരു 30-35 ഏജിന്റെ ഉള്ളിൽ അവൾക്ക് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിലാണ് അവൾ പുറകിലോട്ട് ചിന്തിച്ചു തുടങ്ങുക, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു തുടങ്ങുക. ഞാൻ എൻ്റെ ഒരു 18 വയസ്സ് കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഒരു എഞ്ചിനീയറിംഗ് സീറ്റൊക്കെ കളഞ്ഞ് എനിക്ക് കല്യാണം വന്നതുകൊണ്ട് എനിക്കത് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മളത് വിടുന്നു. പിന്നീട് ഒരു കുഞ്ഞൊക്കെ ആയതിന് ശേഷമാണ് എനിക്ക് മെറിറ്റിൽ ഒരു സീറ്റ് കിട്ടുമ്പോഴാണ് ഇനി പഠിക്കാൻ പോകുമ്പോൾ ഒരുപാട് വെല്ലുവിളികളാണ് നേരിട്ടിരുന്നത്. നമ്മൾ കുഞ്ഞിനെ ഇട്ട് പോകുന്നു, അങ്ങനെയുള്ള കുറേ ആ കുഞ്ഞിനെ നോക്കുന്ന ഒരു കാര്യങ്ങളിലൊക്കെ ഒരു വർഷത്തോളം നമ്മൾ ബുദ്ധിമുട്ടി. പിന്നീട് എഡ്യൂക്കേഷൻ ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ പെരുമാറാൻ, നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ചിന്താശേഷി, അതിനെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട്, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കണം, അങ്ങനെ നമ്മുടെ അറിവ് ഇങ്ങനെ എന്താ പറയാ ദിനം പ്രതി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ വിദ്യാഭ്യാസം എന്നുള്ളത് അത്യാവശ്യമാണ്. ഞാൻ താമസിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ വളരെ കുറവായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്ന് അതായത് കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കും എന്നുള്ള ഒരു ഇതിൽ ആദ്യത്തിൽ പോയ ഒരാളാണ് ഞാൻ. എൻ്റെ പിന്നെ വരുന്നവരൊക്കെ അതായത്
അതായത് ആർക്കും നമ്മുടെ ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരാണെങ്കിൽ കൂടി അവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ല. നമ്മളാണ് അത് നമ്മൾ പഠിക്കാൻ പോയി, നമ്മളൊന്ന് ജോലിക്ക് പോയി കണ്ടു, അതോടുകൂടി ഓരോരോ വീടുകളിലും പഠിക്കാൻ വിടുന്നു, പെൺകുട്ടികളെ തന്നെ പഠിക്കാൻ വിടുന്നു, 2 വർഷത്തെ നഴ്സിങ്ങിന് വിടുന്നു. കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിക്ക് +2 അല്ല കുറച്ചും കൂടി എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന ഓപ്ഷൻ വെക്കുന്നു. അതൊക്കെ അതിനൊക്കെ എൻ്റെ ഉമ്മയുടെ ഫാമിലിയിലാണെങ്കിൽ തന്നെ അവരെന്നെ വിളിച്ചു ചോദിക്കും. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, എന്നേക്കാൾ മൂത്തതാണ്. അവരിപ്പോൾ അടുത്തുകൂടി എന്നെ വിളിച്ച് ചോദിച്ചു, നീ എങ്ങനെയാ പഠിച്ചത്, നീ എന്താ ചെയ്തത്, നീ എന്തൊക്കെ കോഴ്സിനാണ് അപ്ലൈ ചെയ്തത്. ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അത് ചോദിച്ചറിയുന്നത് എന്തുകൊണ്ട്, അതൊരു അസൂയക്കോ ഒന്നിനും അല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അവർ നമ്മളെ കണ്ട് അതിനേക്കാൾ ഒന്ന് വളരണം, അതുപോലെ ഒന്ന് ശ്രമിക്കണം എന്ന് അവരുടെ മനസ്സിലുണ്ടല്ലോ എന്നുള്ളത് ഒത്തിരി സന്തോഷമാണ്. അങ്ങനെ കുറേ പേര് പഠിക്കാൻ പോയി, ഇനി എന്നെ പോലെ ഇങ്ങനെ ടീച്ചർ ആവാൻ പഠിക്കണം എന്ന് വരെ ഓപ്ഷൻ വെക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ എന്താന്ന് കാണിച്ചു കൊടുക്കണം. ഞങ്ങളുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ കൃഷിയാണ് മെയിനായിട്ട്. ഈ പോത്തിനെ വളർത്തുക, വാഴക്കൃഷി നടത്തുക, അങ്ങനെയുള്ള ഏരിയയിൽ പഠിക്കാൻ പോയാൽ അതിനനുസരിച്ചുള്ള ഒരു ഇതുണ്ട്. പെൺകുട്ടികളുടെ ഒന്നും അധികം +2 കഴിയുക, കല്യാണം കഴിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനിലുള്ള ഒരു ഏരിയ. കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട്. പഠിക്കാൻ അവർ നമ്മളോട് ചോദിക്കും എന്തൊക്കെ പഠിത്ത്, ഒരു ആൺകുട്ടിയുടെ ഉമ്മയാണ് ചോദിക്കുന്നത്, +2 കഴിഞ്ഞു ഇനി ഏതാ നല്ല കോഴ്സിന് ചേർത്തേണ്ടത്, എന്തെങ്കിലും അറിയുമെങ്കിൽ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നത്. എഡ്യൂക്കേഷൻ അത്രയും പ്രാധാന്യമുണ്ട്. അത് നമ്മൾ മുന്നിട്ട് ഇറങ്ങി പഠിക്കാൻ പോകുമ്പോൾ അതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സാമൂഹികമായ ഒരു മാറ്റമാണ്. അത്രയും പ്രാധാന്യം എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ടാണ് മനസ്സിലാക്കിയെടുത്തത്. കാരണം ഞാൻ വിചാരിച്ചിരുന്നു +2 കഴിഞ്ഞ് ഇനി പഠിക്കണമെന്നില്ലല്ലോ, കിട്ടിയ സീറ്റ് പോവുകയും ചെയ്തു, ഇനി ഒന്നും പഠിക്കുന്നില്ല, വീട്ടിൽ തന്നെയാണെന്നുള്ളതെന്ന് ഞാൻ പഠിക്കാൻ പോയി തുടങ്ങിയപ്പോഴാണ് ശരിക്കും നമ്മളൊരു +2 എന്നുള്ളതല്ല, ഡിഗ്രിയോ അതിന് മേലേക്കോ ഒരു എഡ്യൂക്കേഷൻ എടുക്കുമ്പോഴാണ് എങ്ങനെയാണ് സമൂഹവുമായി ഇടപഴകുക, എന്താണ് നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് എത്താൻ എന്താണ് വഴി, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം, ഒരു സാഹചര്യത്തിൽ എങ്ങനെ നിൽക്കാം എന്നുള്ളതൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ ആദ്യ പാഠം എന്ന് പറയുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ തന്നെ കിട്ടുള്ളൂ. അത് നമ്മൾ ലോവർ തലത്തിൽ ഇപ്പം എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ കൂടി എന്താ ഉമ്മയ്ക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഉമ്മച്ചിക്ക് വയ്യേ മരുന്ന് കഴിച്ചോ, അല്ലെങ്കിൽ എൻ്റെ ചെറിയ മോൻ ചോദിക്കും വയറുവേദന ഉണ്ടെങ്കിൽ ചൂടുവെള്ളം കുടിച്ചാൽ മതി എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരിങ്ങനെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ കൂട്ടി അവർ ഒരു +2 അല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് പഠിക്കുമ്പോൾ അതിനനുസരിച്ച് അവരുടെ മാനസിക തലങ്ങൾ, എല്ലാ ചിന്തകൾ എല്ലാം വികസിക്കാൻ കഴിയും. അപ്പം നമ്മളുടെ വീട്ടിൽ ഞാൻ കണ്ടിരിക്കുന്ന കൂടുതലും മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളിലാണ് കൂടുതലും ഈ +2 കഴിഞ്ഞുള്ള കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം കൂടുതൽ സ്ത്രീകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ പഠിച്ച് അതൊരു പഠനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ ഡിഗ്രികൾ എടുക്കുന്നു എന്നുള്ളതല്ല, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് എന്നും പ്രാധാന്യമുള്ളതാണ്. എല്ലാവരിലേക്കും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ഈ സ്ത്രീ തലമുറയാണെങ്കിൽ കൂടി ഏറ്റവും കൂടുതലായിട്ട് നല്ലൊരു നിലയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. താങ്ക് യു മാം, ഇങ്ങനെ ഒരു വിഷയം തന്നതിൽ താങ്ക് യു. നെക്സ്റ്റ് ഞാൻ പറയാം സബീന. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പണ്ടുള്ള കാലത്ത് നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ പോയി വിദ്യ അഭ്യസിക്കാതിരിക്കുന്ന പണ്ടത്തെ കാലത്ത് ഈ മുതിർന്നവർ അല്ലെങ്കിൽ കുറച്ച് അറിവുകളുള്ളവർ പറഞ്ഞ് മാത്രമാണ് അന്നുള്ള കാലത്ത് ഓരോരുത്തർക്ക് അറിവുകൾ കിട്ടുന്നത്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അതല്ല. സ്കൂളുകളിൽ പോയി വിദ്യ അഭ്യസിച്ച് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ AI-യിലൂടെ മുന്നേറുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇപ്പം കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത്. വിദ്യാഭ്യാസം നമുക്ക് വെറും ഒരു അറിവുള്ളവനെ ആക്കി മാറ്റുക മാത്രമല്ല, സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മൂല്യമായിട്ടുള്ള കഴിവുകൾ നമുക്ക് നൽകുന്നു. പിന്നെ വിദ്യാഭ്യാസം ഇന്നത്തെ കാലത്ത് നമുക്ക് സമൂഹത്തിൽ തൊഴിൽ നേടാനും ഒരാളുടെ വ്യക്തിത്വം വളർത്താനും നമുക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണ്.
പണ്ടുള്ള കാലത്തെ വിദ്യാഭ്യാസം പണ്ടുള്ള കാലത്തെ വിദ്യാഭ്യാസവും ഇന്നത്തെ വിദ്യാഭ്യാസവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം വളരെയധികം മാറ്റമാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ ഘട്ടങ്ങളിലും ഓരോരുത്തരും നേടേണ്ട അറിവുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ആ കാലത്തിനനുസരിച്ച് മുന്നോട്ട് വ്യതിചലിക്കുക തന്നെ ചെയ്യണം. പിന്നെ പ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര കാലം അല്ലെങ്കിൽ ഇന്ന പ്രായമുള്ളവരെ അത് കഴിയുമ്പോൾ പിന്നെ പഠനം നിർത്തും, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ആയിരുന്നു അന്ന്. ഇന്നെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അവസാനിക്കത്തില്ല. എത്ര നേടിയാലും നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഘടകമാണ് വിദ്യാഭ്യാസം. അത് എത്ര നേടിയാലും നമുക്ക് മതിയാവില്ല, പ്രായഭേദമന്യേ. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ ബാച്ച് തന്നെ. അപ്പം മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഒരു ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിവേകബുദ്ധിയുള്ള അല്ലെങ്കിൽ വിദ്യ ഉള്ള ഒരു തലമുറയാണ്. ആധുനിക കാലഘട്ടത്തിന്റെ ഈ സാങ്കേതിക വളർച്ചയുടെയൊക്കെ ആ ഒരു മാറ്റം ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം അത്യാവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാവുന്ന നല്ല പുസ്തകങ്ങൾ അധികം കൂടുതലും നമ്മൾ വായിക്കുക. വായനയിലൂടെ നമുക്ക് കുറേ അധികം അറിവുകൾ നേടാൻ സാധിക്കും. ഇന്നത്തെ സമൂഹത്തിൽ ഈ വായന എന്ന് പറയുന്നത് വിട്ടുമാറിയിരിക്കുന്ന അതായത് കുട്ടികൾ ഈ പഠിക്കാനുള്ള ബുക്കുകളോ പുസ്തകങ്ങളോ അല്ലാതെ ഈ വായന എന്ന് പറയുന്ന ഒരു സമ്പ്രദായമേ ഇന്നത്തെ സമൂഹത്തിൽ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു രീതിയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, നമുക്ക് അതായത് നമ്മൾ ഇപ്പം പഠിച്ച് നമ്മൾ നല്ലൊരു അധ്യാപക ജോലി കിട്ടുകയാണെങ്കിൽ നമ്മളൊരു നല്ല അധ്യാപകനായി നമ്മുടെ പുതിയ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ പുതിയ വരുന്ന ആ തലമുറയ്ക്ക് നല്ലൊരു വെളിച്ചം പകരുന്ന നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾ മാറുക. നമുക്കറിയാവുന്ന നല്ല പാഠങ്ങൾ, നല്ല മൂല്യങ്ങൾ, നല്ല സ്നേഹം, മനുഷ്യൻ പരസ്പരം തമ്മിലുള്ള ആ ആത്മവിശ്വാസവും നല്ല സഹാനുഭൂതി എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുക. ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നതിലൂടെയല്ല, നമുക്ക് ആ കുട്ടിയെ എങ്ങനെ സ്നേഹിച്ച് അത് മനസ്സിലാക്കിയെടുക്കാം എന്ന് പറയുന്നതിലൂടെയാണ് ആ ഒരു രീതി ഫുൾഫിൽ ചെയ്യുന്നത്. പിന്നെ ഒരു നല്ലൊരു അധ്യാപകൻ, ഒരു നല്ലൊരു സുഹൃത്തും, ഒരു നല്ലൊരു വഴികാട്ടിയുമാകുമ്പോൾ ആ ഒരു തലമുറയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഉള്ള ഒരു വിശ്വാസം ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും എന്താ പറയാനായിട്ട്? വേറെ ആരുമില്ല സംസാരിക്കാനായിട്ട്? ഇനി ആരെങ്കിലും ഉണ്ടല്ലോ? ശ്രുതി ഉണ്ടായിരുന്നല്ലോ, പോയോ? മാം ഇനി പറഞ്ഞോളൂ. മാം, പണ്ട് കാലത്തെ വിദ്യാഭ്യാസമായിരുന്നോ ഇന്നത്തെ വിദ്യാഭ്യാസമാണോ നല്ലത്? പറയുകയാണെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസമായിരിക്കും നല്ലത്. കാരണം ഒന്നുകൂടി ടെക്നോളജിയിൽ കൂടി, അതുപോലെ തന്നെ പണ്ടുള്ള കാലഘട്ടത്തൊക്കെ ലെക്ചർ നോട്ടൊക്കെ ആയിരുന്നില്ലേ ടീച്ചേഴ്സ് ഇങ്ങനെ ചിത്രം അല്ലെ ഈ ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനും ഒക്കെ പണ്ട് കാലത്തെ വിദ്യാഭ്യാസം വെച്ച് എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? ഇന്ന് അങ്ങനെയുള്ള എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് വരുന്നത്? അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ശരിയാണ്. പക്ഷെ നമ്മളെ മോണ്ടിസോറി മെത്തേഡ് വെച്ച് നോക്കുമ്പോ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? ലെക്ചേഴ്സ് ആയിരുന്നു അല്ലെ. ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ബുക്ക് നോക്കി വായിക്കാം, നമ്മളത് കാണാപ്പാടം പഠിച്ചിട്ട് വരും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള കാലഘട്ടത്തേക്ക് കുഞ്ഞുങ്ങൾ എങ്ങനെയാ പഠിക്കുന്നത്? ഇപ്പൊ നമ്പേഴ്സ് പഠിക്കുന്നത്, അതുപോലെ തന്നെ ആൽഫബറ്റ്സുകള്, അതുപോലെ അക്ഷരങ്ങൾ പഠിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അറിയില്ല, എന്റെ മോളുടെ ഒക്കെ ക്ലാസ്സിൽ ഇപ്പൊ ടീച്ചേഴ്സ് മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്
ഈ ന്യൂസ് പേപ്പർ കൊണ്ടുവന്നിട്ട് അതിൽ ആ എവിടെയാണ് അല്ലെങ്കിൽ ഈ എവിടെയാണ് അത് സർക്കിൾ ചെയ്യാൻ അപ്പൊ അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മൾ അതുപോലെ തന്നെ ആൽഫബറ്റ് ആയാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളോട് ഈ ചാർട്ടിൽ എഴുതും A to Z വരെ, എന്നിട്ട് എ എന്താണ്, എ എവിടെയാണ് അത് ടിക്ക് ഇടാൻ പറയും അല്ലെങ്കിൽ സർക്കിൾ ചെയ്യാൻ പറയും. അപ്പൊ പെട്ടെന്ന് എന്താണ് ആക്ടിവിറ്റിയിലൂടെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മെത്തേഡുകൾ നോക്കുന്നത് അല്ലെ, മോണ്ടിസോറി മെത്തേഡുകൾ അനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആക്ടിവിറ്റി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യാനായിട്ട് അല്ലെ. ഇപ്പൊ അബാക്കസിനൊക്കെ വിടുന്ന കുട്ടികളുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ, പാരന്റ്സ് ഉണ്ടോ? എന്റെ മോനെ പോകുന്നുണ്ട്. അല്ലെ, അബാക്കസിന്റെ ഒക്കെ പ്രത്യേകത എന്താ, അഡ്വാൻറ്റേജ് എന്താ? അബാക്കസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെമ്മറി ഉപയോഗിച്ചിട്ടാണ്, അതായത് നമ്മുടെ മൈൻഡാണ് കൂട്ടുന്നത്. പിന്നെ അവരുടെ വിരലുകളും പിന്നെ അബാക്കസിന്റെ ടൂളും ഉണ്ടല്ലോ. അങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തിൽ അബാക്കസിന്റെ ഒരു പ്രോഗ്രാം ഞാൻ ലൈവായി കണ്ടിരുന്നു, അവരുടെ സ്കൂളിലെ പെർഫോമൻസ്. അത് 2 ടൈപ്പിലാണ് അവർ പെർഫോം ചെയ്തത്. ഒന്ന് ടൂളൊന്നും ഇല്ലാതെ ആ കുട്ടികൾ കൈ വിരൽ ഇതാക്കുമ്പോഴേക്കും മൈൻഡിൽ ആൻസർ വരുന്നു. രണ്ടാമത്തത് അവര് ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നു. സാധാരണ നമ്മുടെ അതായത് നമ്മൾ തന്നെ ആ ഒരു ഏജിൽ നമ്മൾ ഉണ്ടായിരുന്നപ്പോ എങ്ങനെയായിരുന്നു, നമ്മൾ വിരലിൽ ഇങ്ങനെ 1 1ന്റെ കൂടെ 2 അങ്ങനെ ആ ഒരു രീതിയായിരുന്നു. എൻ്റർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ എൻ്റെ മോൻ UKG-യിലാണ്. ആക്ടിവിറ്റി കിറ്റ് എന്ന് പറഞ്ഞൊരു കിറ്റ് ഉണ്ട്, നമ്പേഴ്സ് പഠിക്കാൻ. അവർ ക്ലേ കൊണ്ട് ആ നമ്പർ ഉണ്ടാക്കുകയാണ്. ക്ലേ ഉപയോഗിച്ച് ആ നമ്പർ ഉണ്ടാക്കുന്നു, കൈകൊണ്ട് കുഴച്ച് അത് ഉണ്ടാക്കി വരുമ്പോ ഇനി ഒരിക്കലും അത് മറക്കണില്ല. അങ്ങനെയുള്ള ഒരു പഠനം. കാരണം ഇപ്രാവശ്യം സ്പെഷ്യലാണ് ഒരു ആക്ടിവിറ്റി കിറ്റ് എന്ന് പറഞ്ഞാൽ. അതിൽ ക്ലേ ഇവർക്ക് ഇങ്ങനെ അതായത് നിറങ്ങൾ പഠിക്കാനായിട്ട് കയ്യിലാക്കി അത് പ്രിന്റ് ചെയ്യുക, അങ്ങനെ ഒക്കെ ആക്ടിവിറ്റിയിലൂടെയാണ് എല്ലാം പഠിക്കുന്നത്. അതുപോലെ ടിഫിൻ കൊണ്ടുവരുന്ന ദിവസങ്ങളിൽ ടീച്ചർ പ്രത്യേകം പറയും ഇന്നത് കൊണ്ടുവരണം, ഹാർഡായത് കൊണ്ടുവരണം, സോഫ്റ്റ് ആയത് കൊണ്ടുവരണം. എന്നിട്ട് എല്ലാ കുട്ടികളുടെ ടിഫിനും തുറന്നു വെച്ച് ഏതാണ് പീൽ ചെയ്ത് കഴിക്കുന്നത്, പീൽ ചെയ്യാതെ കഴിക്കുന്നത്, ഏതാണ് ഗ്രീൻ വെജിറ്റബിൾ, അങ്ങനെ എല്ലാം ലൈവായി അവര് ജീവിതത്തിൽ നിന്ന് എടുത്ത് പഠിക്കുന്ന പോലെ. അപ്പൊ വീട്ടിൽ വന്നാലും നമ്മൾ ഒരു പൊട്ടറ്റോയോ ഒനിയനോ ഒക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് എടുക്കുമ്പോൾ അതിങ്ങനെ പറഞ്ഞു തരും, നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ അത് ഭയങ്കര സന്തോഷം, അവര് അറിഞ്ഞു പഠിക്കുകയല്ലേ. പണ്ടെന്ന് പറഞ്ഞ് ഞാൻ പഠിച്ചു വന്നത് എനിക്ക് തോന്നുന്നത് ടീച്ചർ ഓറിയന്റഡ് ആണ്. ടീച്ചർ പറയുന്ന ഉത്തരാണ് നമ്മൾ എഴുതിയെടുക്കുക, അതിനപ്പുറം. പിന്നെ ഞാൻ എൻ്റെ ഒരു +2 വളരെ പണ്ട് ഇതുപോലെ തന്നെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഗുരുകുല സമ്പ്രദായം. ഒരു എൻവയോൺമെന്റിൽ ചുറ്റിപ്പറ്റി നിന്ന് അവിടെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു വ്യക്തിയുടെ മുഴുനീള ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അതും കുറച്ചൊക്കെ സിമിലാരിറ്റി ഉണ്ട് നമ്മുടെ മോണ്ടിസറി ആയിട്ടൊക്കെ. പക്ഷെ പണ്ടെന്ന് പറഞ്ഞാല് LKG UKG ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോ ഇപ്പൊ ഈ നമുക്ക് ഏജ് കുറെ ബാലൻസ് ആയിട്ട് കിട്ടണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ എഡ്യൂക്കേഷനില്. കാരണം നമ്മളിപ്പോ അങ്ങനെ എന്താ പറയണെന്ന് വെച്ചാൽ UKG കഴിയുമ്പോഴേക്കന്നെ ഒരു കുട്ടികൾക്ക് ഇപ്പോ വേർഡ്സ് ഒക്കെ ഒരുവിധം വേർഡ്സ് ഒക്കെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പോയ സ്കൂളിൽ തന്നെ UKG-യിൽ EVS, മാത്സ്, ഇംഗ്ലീഷ് സബ്ജക്ട്, മലയാളം ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ 1ാം ക്ലാസ്സിലാവണ ഒരു കുട്ടിക്ക് ഏകദേശം ഒരുവിധമൊക്കെ പഠിക്കേണ്ട തുടക്കത്തിൽ പഠിക്കേണ്ടതൊക്കെ ഒരുവിധം UKG-യിൽ തന്നെ പഠിച്ചിട്ടാണ് പോണത്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ 1ാം ക്ലാസ്സിൽ ചേരുമ്പോഴാണ് നമ്മൾ ആദ്യാക്ഷരം എഴുതി തുടങ്ങണത് തന്നെ. അപ്പോ അതിൻ്റെതായ ഒരു മാറ്റമുണ്ട്. അപ്പോ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പണ്ട് നമ്മൾ ഒരു 15 വയസ്സിൽ പഠിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഒരു 10 വയസ്സ് 8 വയസ്സിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹിന്ദി സബ്ജക്റ്റ് ഒക്കെ എനിക്കൊക്കെ 5ാം ക്ലാസ്സിൽ വെച്ചോടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഇംഗ്ലീഷ് ആയാലും 4ൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ എന്താ UKG തുടങ്ങി. ഹിന്ദി എന്റെ മോൾക്കൊക്കെ 1ൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്, വാക്കുകൾ വെച്ച് പഠിക്കല് അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ഒരു ചേഞ്ച് ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പണ്ടൊക്കെ 8ാം ക്ലാസ് വരെ പഠിച്ചവർക്ക് തന്നെ ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുണ്ടാവുമോ, അതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം. ശരിയാണ്, ഇപ്പൊ എല്ലാവരും ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ എന്താ നമ്മുടെ നാട്ടിലെ ജോലിയില്ല. ശമ്പളം കുറവാണ് അല്ലെ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാലറി നമുക്ക് കിട്ടുന്നില്ല. അതും ഒരു വളരെ പ്രശ്നമാണ്. പിന്നെ ചിലവരുണ്ട്, ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഇപ്പൊ എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ജോലി കിട്ടിയാൽ മാത്രം പോകുന്നവര്.
അപ്പൊ ആ ജോലി നമ്മുടെ കയ്യിൽ കൊണ്ടുതരില്ല. അത് കിട്ടുമ്പോ കിട്ടും, അല്ലെങ്കിൽ എന്താണ് അതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ജോലിയിൽ പോവാം. അത് കിട്ടുമ്പോ കിട്ടട്ടെ എന്നുള്ള ചിന്തയില്ല. ആ ജോലി കിട്ടിയാൽ മാത്രം ഞാൻ പോകുള്ളൂ, അങ്ങനെയും ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പൊ അല്ലേ ഡിഗ്രിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. 3 വർഷം ഡിഗ്രി 4 വർഷമാക്കി ഒരു ഓപ്പൺ കോഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മാനേജ്മെന്റ് കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ സിസ്റ്റർ ഇപ്പൊ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ അവൾ AI ആണ് പഠിക്കുന്നത്. AI എടുക്കുകയാണ്. ഡിഗ്രി ഓൾറെഡി 3 വർഷത്തിന്റെ ഒപ്പം 1 വർഷ സർട്ടിഫിക്കറ്റിൽ AI ഒരു ഓപ്പൺ കോഴ്സാണ് എടുക്കുന്നത്. ഫീസ് കൊടുത്തിട്ട് ഗവൺമെന്റ് ഇതിൽ തന്നെ ഫീസ് കൊടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പൊ 2 കോഴ്സ് കിട്ടും. ഫീസ് ഇല്ലാതെ ഒരു കോഴ്സ് കിട്ടും, ഫീസ് കൊടുത്തിട്ടും. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഡിഗ്രി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്, ഇന്ന് ആവശ്യമില്ല എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല, ഇന്ന് എടുത്തു വെക്കണം. അങ്ങനെയാണ് എല്ലാ ആളുകളും നമ്മുടെ ഒരു ലൈഫ് 3 വർഷം ഡിഗ്രിക്ക് വേണ്ടി കൊണ്ടുപോയിടുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികളെ നോക്ക്, ക്വിക്കായിട്ട് ഡിഗ്രി അല്ലേ അതിങ്ങ് എടുക്കാം, അതിൻ്റെ ഒപ്പം വേറെ കോഴ്സുകൾ ചെയ്ത് നമ്മളൊരു ജോലിയിലേക്ക് എത്താം. ചില ആളുകൾ 3 മാസത്തെ 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് നല്ല സാലറി ഉള്ള വലിയ വലിയ കമ്പനികളിൽ ജോലിക്ക് കയറുന്നു. പണ്ടത്തേനൊക്കെ വ്യത്യാസം അതാണ്. എങ്ങനെ ക്വിക്കായിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ തലമുറ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ക്യുക്കായിട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ ഒരുപാട് ചെലവാക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് ഒരു ഡിഗ്രി ഗവൺമെന്റ് കോളേജിൽ പോയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിലൊന്നും നമുക്ക് വലിയ സാലറി ഉള്ള ജോലി കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഓരോ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ലക്ഷങ്ങൾ സാലറി കിട്ടുള്ളൂ. അതും ഒരു അതെ അതെ, അമ്മ സത്യാവസ്ഥയാണ്. പറഞ്ഞത് വളരെ ശരിയാണ്. പണ്ട് ചക്കയും മാങ്ങയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുമായിരുന്നു. ഇന്ന് എന്തോരം ചക്കയാണുള്ളത്, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. അത് ശരിയാണ്. ആർക്കെങ്കിലും സബീന പറയൂ എന്തെങ്കിലൊക്കെ. അല്ല, ചക്കയും മാങ്ങ കൊടുത്ത സ്വയം തൊഴിൽ ഒപ്പിക്കാമോ? എന്തെല്ലാം പ്രോഡക്ട്സുകളാ അതെ ചക്കയും അതെ, മാങ്ങ ചക്കക്കുരു വിറ്റ്. ചക്കക്കുരു മാത്രമല്ല, ചക്കക്കൂനി വരെ വിൽക്കുന്നുണ്ട്. എന്തെല്ലാം പ്രോഡക്ട്സാ, നമുക്കല്ലേ ഇതൊന്നും വേണ്ടാത്തത്. ശരിയാണ്, അതും നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു എന്റർപ്രണർ ആയിട്ട് നിൽക്കാനായിരിക്കും. എന്തായാലും ഈ മോണ്ടിസോറി ഒന്ന് കഴിയട്ടുമോ? അതെ, എന്തായാലും നമ്മുടെ ഇവിടെ അല്ലേ ഉണ്ട് സാലറി ഇല്ലാത്ത. വേറെ നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് അങ്ങ് പോയേക്കാം എല്ലാവർക്കും കൂടെ. ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് ജോലി കിട്ടണം. അല്ല, വെളിയിൽ നല്ല സ്കോപ്പാന്നാ പറയുന്നത്. മോനൊക്കെ പറയുന്ന കേൾക്കാം. പക്ഷെ ലാംഗ്വേജ് അറിയണം, നല്ല ലാംഗ്വേജ് അറിയണം. അതിനിനി വേറെ ഇനി അടുത്ത കോഴ്സിന് ചേരണം. അങ്ങനെ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഓരോ കോഴ്സുകൾ ചെയ്ത് മുന്നോട്ടങ്ങ് പോവുക. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഒരിക്കലും തീരത്തില്ലെന്ന്. എത്രയോ കാലം കൊണ്ടുള്ള പഠിത്തമാ, ഇതുവരെ തീർന്നിട്ടില്ല. വയസ്സ് 42. പിന്നെ ചിലവരെന്ന് വെച്ചാൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ച് എന്തോ പഠിക്കും എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രാന്താണെന്ന് പറയാൻ പറ്റും അല്ലെ. ചില ആളുകള് നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ആൾക്കാരില്ലേ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന കോഴ്സ് ഇന്ന കോഴ്സ്, അല്ലെങ്കിൽ PhD അല്ലെ, അങ്ങനെ കുറെ ഇങ്ങനെ പഠിച്ച് ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, അവർക്ക് പഠിച്ചൊരു മടുപ്പ് വരുന്നില്ലേ. പക്ഷെ അവർക്ക് പഠനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരമാണ്. ഒരു രീതിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ. വേറൊരു കാര്യം കൂടുതൽ പഠിച്ചിട്ട് വട്ടായവരുണ്ട് കേട്ടോ മാഡം. ശരിയാ. ഞാനറിയാം, ഞാൻ പ്ലസ് പഠിക്കുമ്പോ ജീന എന്ന് പറഞ്ഞിട്ട് നല്ല വെല്ലായി സംസാരിക്കും. അവർ നല്ല പ്രൊനൗൺസിയേഷനും അവരുടെ കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. പക്ഷെ അവർക്കൊരു മെന്റലി ഉണ്ട്. പെട്ടെന്നാണ് അവരുടെ ആ മെന്റല് മാറിപ്പോവും. അതായത് നോർമൽ പേഴ്സൺ മാറി വേറെ എന്തോ ഒരു നമുക്ക് തോന്നും അന്ന് പഠിക്കുന്ന ഒരു ഇതില് വട്ടത്തി ടീച്ചർ വരുന്നുണ്ട് എന്ന് വരെ നമ്മൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ടീച്ചർ ഇങ്ങനെ എത്തി. കാരണം അവര് നോക്കുമ്പോ അവർക്ക് PhD കുറേ ഉണ്ട്, അവരെന്നിട്ടും ഇനി ഇങ്ങനെ പഠിക്കുക. അങ്ങനെ പഠനത്തിലൂടെ ഭ്രാന്തായ ആളുകളിൽ ഞാൻ രണ്ടുപേരെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു കാര്യമുണ്ട്. വേറൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഓരോ ഈ കോഴ്സുകൾക്ക് ചേരുക. ഇപ്പൊ ഈ മോണ്ടിസോറി തന്നെ പറയുകയാണെങ്കിൽ 12:30 തൊട്ട് 1:30 വരെയുള്ള സമയം നമ്മള് വീട്ടില് ഒരു പഠിത്തവും ഇല്ല, അല്ലെങ്കിൽ ചുമ്മാ ഹൗസ് വൈഫായിട്ട് മാത്രം നിൽക്കുകയാണെങ്കിൽ നമ്മൾ നേരം വെളുത്ത് വയ്യോളം ചെയ്താലും തീരാത്ത ജോലികളാണ്. പക്ഷെ ഈ 1 മണിക്കൂർ നമുക്ക് ലഞ്ച് ടൈമിന് മുമ്പ് നമുക്ക് ഈ ക്ലാസ്സിൽ കയറണമെന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ട് നമ്മുടെ ടൈം നമുക്ക് ഇച്ചിരി
കീപ്പ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ അതും ഒരു ഞാൻ നോക്കിയിട്ട് അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ടൈം തീരാറായിട്ടുണ്ട്. ഇല്ല. ഓക്കെ, ആരെങ്കിലും സൈൻ ഔട്ട് പറഞ്ഞോളൂ കേട്ടോ. മാം പക്ഷെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഒരുപാട് ഡൗട്ടുകൾ വരും, ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും കാര്യം വരും, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഡൗട്ട് അല്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല രസമാണ്, പഠിക്കണേക്കാൾക്ക് രസമാണ്. അതെ അതെ, നല്ല രസാ. പൂജ ഹോളിഡേസ് ഉണ്ടല്ലോ അല്ലേ മാം? അത് ഓഫീസിൽ നിന്ന് അറിയിക്കും കേട്ടോ. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, അപ്പൊ ഓഫീസിൽ നിന്ന് അറിയിക്കും. അതെ, ക്ലാസ്സിൽ കയറി ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഓക്കെ മാം, ഞാൻ പറയാം മാഡം. ഇന്നത്തെ ക്ലാസ് വളരെ എനർജറ്റിക് ആയിരുന്നു. കുറച്ച് പേരേ ഉള്ളൂ വെച്ചാലും നല്ല പോസിറ്റീവായിട്ടൊരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. താങ്ക് യു മാം. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്ന നല്ലൊരു ടോപ്പിക്ക് തന്ന് ഞങ്ങളെ കൊണ്ട് സംസാരിക്കാൻ, നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ സംസാരിക്കാനുള്ള നല്ലൊരു വേദിയാണ് മാഡം തന്നത്. എന്നും ഇങ്ങനത്തെ നല്ല പോസിറ്റീവായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. താങ്ക് യു. താങ്ക് യു.